കൂട്ടുകാരി ചന്ദ്രകാന്തം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നന്ദ കഴിഞ്ഞ ദിവസം എപ്പിസോഡ് എന്തെങ്കിലും നമ്മൾ കണ്ടു കാണും. നമ്മുടെ നന്ദ നമ്മുടെ പിങ്കിയുടെ വയറ്റിൽ വന്ന് കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നതും കുഞ്ഞിനോട് സംസാരിക്കുന്നതും ഒക്കെ. എന്നിട്ട് നമ്മുടെ പിങ്കി കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ഒരു നിമിഷം മുതൽ എന്റെ കുഞ്ഞിനെ എന്റെ കൈകളിലേക്ക് തരുന്നത് വരെ എനിക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നീ തന്നെയായിരിക്കും പിങ്കി. ഇത് വെറുവാക്കല്ല, നിന്നോടായിരിക്കും എനിക്ക് സ്നേഹം കൂടുതൽ, കാരണം നിന്റെ ഉദരത്തിൽ എന്റെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ പറയുകയും നമ്മുടെ പിങ്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മുടെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് പോലും നമ്മുടെ പിങ്കിയുടെ ഉള്ളിൽ വെറും വശമാട്ടോ. പിങ്കി പറയുന്നുണ്ട്, എടി നന്ദ, എനിക്ക് ഈ കുഞ്ഞിനെ ഒരിക്കലും ഞാൻ തരില്ല, ഇത് എന്റെയും ഗൗതമിന്റെയും കുഞ്ഞായിരിക്കും, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഗൗതമിനെ തിരികെ കിട്ടാനുള്ള ഒരു ആയുധം മാത്രമാണ് ഈ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിഷച്ചിന്ത തന്നെയാണ് നമ്മുടെ പിങ്കിയുടെ ഉള്ളിലോട്ടോ. ഒരു മര്യാദക്കുള്ള ഒരു മുഖം പോലും നമ്മുടെ പിങ്കിയുടെ മുഖം ഒരു ചിരി പോലും കാണുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ നന്ദയാണെങ്കിൽ ഭയങ്കര ത്രില്ലാണ് ആ ഒരു മറ്റേ ഗൗതം വാങ്ങിച്ചു കൊടുത്ത ആ ഒരു ഡോളൊക്കെ പിടിച്ചിട്ട്, ആ ഒരു ബാർബി ഡോളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാട്ടോ. അപ്പൊ ആ ഒരു സമയം നമ്മുടെ ഗൗതം വന്ന് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്, ആഹാ ഇപ്പൊ നീ ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഒരു അമ്മയായല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിങ്കി ഇതെല്ലാം കേട്ട് അവിടെ നിന്നും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പിങ്കിനെ നന്ദയെ അവിടെ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി നന്ദ ഇച്ചിരി ചൂടുവെള്ളം തരുമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ നന്ദയെ അവിടെ നിന്നും ഒഴിവാക്കി വിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട്, ഗൗതമിന് എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ടോ, ആ ഒരു പഴയ പ്രണയം ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ മനസ്സിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗൗതം ഒന്നും മിണ്ടുന്നില്ല, അടങ്ങനെ മൗനം പാലിച്ച് നിൽക്കും. എന്നിട്ട് ഇങ്ങനെ മാത്രം പറയുന്നുള്ളൂ, എന്റെ കുഞ്ഞല്ലേ നിന്റെ ഉദരത്തില്, അപ്പൊ നിന്നെ എനിക്കും നന്ദയ്ക്ക് നിന്നെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ എന്ന് മാത്രം നമ്മുടെ ഗൗതം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ പിങ്കി പറയുന്നുണ്ട്, എന്നാൽ എന്നൊന്ന് ഹഗ് ചെയ്തേ വാ, എന്നൊന്ന് ഹഗ് എന്ന് പറയുന്നുണ്ട്. എന്താ പറയാ, കുഞ്ഞിനെ ഹഗ് ചെയ്യുന്നത് പോലെ വിചാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മുടെ നന്ദ കേട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നന്ദയ്ക്ക് ആദ്യം ഇങ്ങനെ ദേഷ്യമൊക്കെ വരും, പിന്നീട് ആ ഒരു ദേഷ്യം ഇങ്ങനെ പ്രകടിപ്പിക്കാതെ ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിൽ പിങ്കി അച്ഛൻ ഹഗ് ചെയ്യണമെന്നില്ല കുഞ്ഞിനെ, അമ്മ ഹഗ് ചെയ്താലും മതി, അത് ഒരേപോലെ ആയിരിക്കും കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതമിനെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ നന്ദ പിങ്കിയെ ഹഗ് ചെയ്യുക കേട്ടോ. ഇപ്പൊ എന്റെ കുഞ്ഞിന് സന്തോഷമായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ പിങ്കിക്ക് നൈസ് ആയിട്ട് ഒരു തിരിച്ചടി തന്നെ കൊടുത്തോട്ടോ. അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയാകും കഥ, ഇനി പോകെ നമ്മുടെ പിങ്കിയുടെ ഒരു ലക്ഷ്യം പോലെ നമ്മുടെ ഗൗതമിന് നമ്മുടെ പിങ്കിയോട് മാത്രമാകുമോ ആ ഒരു സ്നേഹം? ഇപ്പൊ നിലവിൽ നമ്മുടെ ഗൗതമിന് നന്ദയോട് മാത്രമാട്ടോ. നന്ദയെ ചേർത്ത് നിർത്തി നന്ദയെ ഉമ്മ വയ്ക്കലും നന്ദയോട് മാത്രമാണ് ഇപ്പൊ ആ ഒരു കെയറും സ്നേഹമൊക്കെ. പതുക്കെ നമ്മുടെ പിങ്കിയുടെ വയറൊക്കെ വലുതായി വരുമ്പോൾ തന്റെ കുഞ്ഞാണല്ലോ ഉള്ളിൽ വലുതായി വരുന്നതെന്ന് ഉള്ള തോന്നൽ നമ്മുടെ ഗൗതമി വരികയും പതുക്കെ പിങ്കിയോട് മാത്രമാകും ആ ഒരു സ്നേഹവും കരുതലും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. അങ്ങനെയാണെങ്കിൽ കഥ ഭയങ്കര ബോറായി പോകും. ഇപ്പൊ തന്നെ നമ്മുടെ നന്ദ പിങ്കി അംഗീകരിച്ചപ്പോ തന്നെ നമുക്ക് പ്രേക്ഷകർക്കൊക്കെ ചെറിയൊരു വെറുപ്പ് നമ്മുടെ നന്ദിയോട് തോന്നിയിട്ടുണ്ടാകും. നന്ദി ഇത്ര വലിയ ബുദ്ധിമതിയായിട്ട് പോലും പിങ്കിയുടെ ഈ ഒരു ചതി നന്ദയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത്. പക്ഷെ നന്ദയ്ക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല താനും, കാരണം നന്ദയുടെ കുഞ്ഞ് ഓൾറെഡി പിങ്കിയുടെ വയറ്റിനുള്ളിലായി. ഇനി അതിനെ എത്രയും സേഫായി പുറത്ത് കൊണ്ടുവരുന്നത് വരെ പിങ്കി നന്ദയ്ക്ക് നോക്കിയേ മതിയാവൂ അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന്